അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ അരക്കൊല്ല പരീക്ഷയുടെ തസ്കിയത്തുൽ വിൽദാനിൻ്റെയും തജ്വീദുൽ ഖുർആനിൻ്റെയും അനുസരിക്കുകയാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാരാണ്? അൽ മുസനി റളിയല്ലാഹു അൻഹു. 2. മുഅവ്വിദത്തൈനി സൂറത്തുകളിലെ ആയത്തുകൾ എത്രയാണ്? 11 ആണ്. 3. മുനിയത്തുൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആഗ്രഹം. 4. വഖഫ് കൂടുതൽ ഉത്തമമാണ്. ഏതാണ്? ഖില. 5. ഉച്ചാരണ സമയത്ത് ശബ്ദം നീളൽ റിഹ്വാണ്. 6. ഹിസാബിയ എന്നതിലെ ഹ സക്ത. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. അതിലൊന്ന് ലഅല്ലല്ലാഹ അൻ യർസുഖനി അഷ്ഹദ. ഓപ്ഷൻ ഡി ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഹാദാ വല്ലാഹി അൽ മുൽക്ക്. ഓപ്ഷൻ എ ഉമ്മു വലദി ഹാറൂനി റഷീദ്. 9. മാ ഹുവ ഇല്ലാ മാ റഅയ്ത. ഓപ്ഷൻ ഇ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 10. ഹാദിഹി അല്ലതി ബലഗ്ത ബിക. ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. 11. ഫലാ അദ്രി റൂഹി തസീറു ഇലൽ ജന്നതി ഔ ഇലൻ നാരി. ഓപ്ഷൻ സി അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അടുത്തത് പൂരിപ്പിക്കാനാണ്. അതിലൊന്ന് 12ാമത്തെ ചോദ്യം. ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദായി. 13. വൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി ഫമാലി ആസിൻ ഫൈലു ഫളിലി റബ്ബിഹി. അതാണ് ഇവിടെ പൂരിപ്പിച്ച് കൊടുക്കാനുള്ളത്. ഫൈലു ഫളിലി. 15. സുക്കൂനുള്ള റായിന് മുമ്പ് കസറായാൽ റായിനെ തർക്കീക്ക് ചെയ്യണം. 16. ലാക്കിന്നാ ഹുവ എന്നതിൽ അലിഫിനെ വഖഫിൽ ഉച്ചരിക്കണം. 17. ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ സക്കത്ത് ചെയ്ത് ഓതണം. അടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് 18ാമത്തെ ചോദ്യം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച ഹിജ്റ വർഷം ഏതാണ്? ഹിജ്റ 150. 19. ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ. 20. ഇസ്തിത്വാല ഉണ്ടാകുന്ന അക്ഷരം ഏത്? ഇസ്തിത്വാല എന്ന് പറഞ്ഞാൽ നാവിന്റെ അരു നീളത്തിൽ ശബ്ദ നീളൽ. അതേതാണ്? ലോദാണ്. അവൻ അത് എന്നീ അർത്ഥമുള്ള ഹാഇന് പറയുന്ന പേരെന്താണ്? ഹാ ഉൽ ലമീർ. 22. ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ്? സ്വില. 23. നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരൽ. ഇത് ഏത് സിഫത്താണ്? ഇസ്തിഅല. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 24ാമത്തെ ചോദ്യം. മുഅവ്വിദത്തൈനി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട 4 സന്ദർഭങ്ങൾ എഴുതുക. രാവിലെ, വൈകുന്നേരം, 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് പിറകെയും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും. 25. റാഫി റളിയല്ലാഹു അൻഹു കുട്ടിയായിട്ടും ഉഹദിൽ സംബന്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം നൽകി. കാരണം എന്താണ്? റാഫി എന്നവർ നല്ല അമ്പെയ്ത്തുകാരൻ ആയിരുന്നു. 26. ഇഖ്ലാസ് എന്നാൽ എന്താണ്? ഉത്തരം ആരാധനകൾ കൊണ്ട് അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രം ഉദ്ദേശിക്കുക. അള്ളാഹുവിനോടുള്ള അടുക്കലിനെ മാത്രം ഉദ്ദേശിക്കുക. 27. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചു എന്തിലെല്ലാം? ഷാഫിഈ ഇമാമിന്റെ റളിയല്ലാഹു അൻഹു വിശ്വാസ യോഗ്യതയിലും വിശ്വാസ്യതയിലും ധർമ്മനിഷ്ഠയിലും ഐഹിക വിരക്തിയിലും ഔദാര്യത്തിലും, അതുപോലെ സൂക്ഷ്മത, ഭക്തി, ഉയർന്ന പദവി, ഇതിലെല്ലാം പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഏകോപിച്ചിട്ടുണ്ട്. 28. വഅദ്ദി മാ അലൈക മഫ്റൂളും ബില ഇദ്ഹാരി നുഖ്സാനിൻ ഫദാമാ ഖൂബില. അതിന്റെ അർത്ഥം എഴുതാനാണ്. ഉത്തരം നിനക്ക് നിർബന്ധമുള്ള ബാധ്യതകൾ വീഴ്ചകൾ കലർത്താതെ നിർവഹിക്കുക. വീഴ്ചകൾ കലർന്നത് സ്വീകരിക്കപ്പെടുകയില്ല. 29. ഈ വഴിയിലൂടെ ഇപ്പോൾ ഒരു സ്വർഗാവകാശി വരും. അത് അറബിയിലാക്കാനാണ്. യത്തുലു അലൈക്കുമുൽ ആന മിൻ ഹാദിൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. 30. എന്താണ് തഫ്ഖീം? ഉത്തരം വായ നിറയെ ശബ്ദം ഉണ്ടാവുന്ന വിധം
അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുന്നതിന് തഫ്ഹീം എന്ന് പറയുന്നു. 31 വറത്തിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന്റെ തഫ്സീറിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഉത്തരം അക്ഷരങ്ങളുടെ മഖ്റജും വഖഫും ഇബ്തിദാഉം അറിയുക എന്നതാണ് തഫ്സീറിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉത്തരം സ്വർഗം കൊണ്ട് സന്തോഷവാർത്തയെ അറിഞ്ഞ 10 ആളുകളിൽ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആദ്യകാലത്ത് തന്നെ മുസ്ലിം ആവുകയും ഹിജ്റ പോവുകയും ബദറിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബദറിന് ശേഷമുണ്ടായ യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഹിജ്റയുടെ 55-ാം വർഷത്തിൽ മരണപ്പെടുകയും ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. 33 സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ സിഫത്തിനെ കുറിച്ചാണ്. ഹുറൂഫിന്റെ അക്ഷരങ്ങൾ അതിന്റെ മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ശബ്ദരൂപങ്ങളാണ് സിഫത്തുകൾ. ഒരേ മഹ്റജിൽ നിന്ന് ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ വ്യത്യസ്ത ശബ്ദമാണ് ഉണ്ടാകുന്നത്. അത് സിഫത്തുകളിലെ വ്യത്യാസം കൊണ്ടാണ്. സിഫത്തുകൾ നഷ്ടപ്പെട്ടാൽ അക്ഷരം വ്യത്യാസപ്പെട്ട് അർത്ഥം മാറിപ്പോകും. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല നല്ല വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.